നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, ഇതാണ് ഈശ്വരി മുത്തശ്ശിയുടെ തറവാട് വീട്. ഇവിടെ ആരും കാണുന്നില്ലോ നിധി. അതെ, ഇപ്പൊ മുത്തശ്ശിയുടെ പൂജ കഴിഞ്ഞു കാണേ ഉള്ളൂ. ഞാൻ വിളിക്കാം. മുത്തശ്ശി! എന്തിനാ വിളിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് കേറി ചെന്നാ പോരെ? അത് വേണ്ട. ഗൗതം ആദ്യമായിട്ട് വരുന്നതല്ലേ. മുത്തശ്ശി ഇങ്ങോട്ട് വന്ന് ഗൗതമിനെ പരിചയപ്പെട്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവും. അതാണ് അതിന്റെ രീതി. മുത്തശ്ശി, ഞാൻ വന്നു. നമസ്കാരം. മുത്തശ്ശി, ഇതാരാണെന്ന് മനസ്സിലായോ? അത് പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണോ? എന്റെ മോൾക്ക് വേണ്ടി പിറന്നവൻ തന്നെ. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ. ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഗൗതം. ഇങ്ങ് വാ മോളെ, കണ്ടിട്ട് എത്ര നാളായി. ഉള്ളത് പറയാലോ, മോളിപ്പോ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. ഐശ്വര്യം കുറച്ചുകൂടി കൂടി. വന്ന കാലിത്തന്നെ നിൽക്കാതെ എല്ലാവർക്കും അകത്തേക്ക് കയറാം. ഞാൻ ബാഗ് കൂടെ നിറക്കട്ടെ. നീ ഒന്ന് സഹായിക്കും. ശരി. ഇതാണോ വലിയ 4 കിട്ടെന്ന് 8 കിട്ടെന്നൊക്കെ പറഞ്ഞ് നീ തള്ളി മറിച്ചത്? എല്ലാവരും കയറി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഗൗതം, പട്ടിക്കൂടിന്റെ അത്രയും പോലും ഇല്ലാത്ത ഈ വീട്ടിലാണോ ഞാനും നീയൊക്കെ താമസിക്കാൻ പോകുന്നത്? നിധി എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഇത് എനിക്കോ നിനക്കോ താമസിക്കാൻ പറ്റിയൊരു ഇടമേ അല്ല. അകത്തേക്ക് കേറുക പോലും വേണ്ട. വണ്ടി എടുക്ക് നീ. നമുക്ക് വേഗം തിരിച്ചു പോണം. എടാ, പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് തിരിച്ചു പോവാന്ന്. തിരിച്ചു പോകണമെന്നുള്ളവർക്ക് പോകാം, അകത്തേക്ക് വരണമെന്നുള്ളവർക്ക് വരാം. ആരെയും നിർബന്ധിക്കില്ല. ഗൗതം, ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്ക്. പൂജയൊക്കെ കഴിഞ്ഞ് നിധി പതുക്കെ അങ്ങ് വന്നോട്ടെ. എന്താ അമ്മ ഇങ്ങനെ? ഇവിടെ സ്ഥിരതാമസം വന്നൊന്നുമല്ല നമ്മള്. ദേ, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ?
ആന്റി പ്ലീസ് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കരുത്. അകത്തേക്ക് കയറി വാ. അമ്മ വന്നോളും. ദാമേ അമ്മയുടെ ബാഗ്. നിധി അകത്തേക്ക് വാ. വാ മോനെ, കേറി വാ. വാ ഇരിക്കെ. ആ. ഞാനിപ്പോ വരാം. ഏട്ടാ ബാഗിങ് തന്നെ. നീ ഒന്നിങ്ങനെ നിന്നേ. ഇതാ ഇരിക്കൂട്ടോ. ആ എന്താ ശാരദേച്ചി, സുഖാണോ? സുഖാണ് മോളെ. സുധാകരേട്ടൻ എവിടെ? ഇങ്ങോട്ടൊന്നും വന്നില്ലേ? വീട്ടിൽ നിന്ന് പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അത് കഴിഞ്ഞേ ഇങ്ങോട്ട് വരൂ. മോക്ക് സുഖാണോ? സുഖാണ് ചേച്ചി. മാഡം, ഇനിയിപ്പോ എന്ത് ചെയ്യും? തിരിച്ചു പോണോന്നുണ്ടെങ്കിൽ ഞാനൊരു ടാക്സി വിളിച്ചു തരാം. മണ്ടത്തരം കാണിക്കില്ല ആന്റി. തിരിച്ചു പോരുത്. ഫൈറ്റ് ചെയ്യണം ഇവിടെ നിന്നോണ്ട്. അങ്ങനെ തോറ്റൊളിച്ചോടുന്നവളല്ല ശിവാനി ഞാൻ. ഞാൻ ഇവിടുന്ന് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഗൗതമിനെ കൂട്ടി തന്നെയായിരിക്കും. നിങ്ങൾ വാ. മാഡം മാഡം ചെരുപ്പൊന്ന്. വാ ഇരിക്കു വസുന്ധരെ. ഇരിക്കും മാഡം. ആന്റി ഇവിടെ ഇരിക്കെ. ശാരദ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോനെ എന്തായി നോക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ഈ പഴയ ശൈലിയൊക്കെ ഒന്ന് നോക്കി കാണുമായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഗൗതം, പഴമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാ. ഒരു 150 വർഷത്തെ പഴക്കമൊക്കെ കാണും അല്ലെ മുത്തശ്ശി? എന്റെ അമ്മയുടെ തറവാടെന്നാ കേട്ടിരിക്കുന്നേ. ഇടയ്ക്കെന്തോ മിനുക്കുപണികളൊക്കെ നടത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എടുക്കും മോളെ. അയ്യേ, ഇതെന്താ ഈ കലക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാണോ വെൽക്കം ഡ്രിങ്ക്? ഞാൻ കരുതിയത് എന്തോ ജ്യൂസ് ആയിരിക്കുന്ന. ഇത് സംഭാരോ വസുന്ധരെ, മോരിൻ വെള്ളം. ശാരദയുടെ പശുവിന്റെ കലർപ്പില്ലാത്ത നല്ല ശുദ്ധമായ പാലിൽ നിന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മോര്. കൂടെ നല്ല ഇഞ്ചിയും കാന്താരിമുളകും കറിവേപ്പിലയും. കുടിച്ചു നോക്കും മോനെ, എന്നാലല്ലേ സ്വാദറിയാ ഒക്കുള്ളൂ. നിധി കുടിക്ക്. എനിക്കിതൊന്നും ശീലമില്ല. ഫ്രഷ് ജ്യൂസ് അല്ലാതെ ഞാനും എന്റെ ഗൗതം മോനെ ഒന്നും കുടിക്കാറില്ല. ഗൗതമിനും അത് ഇഷ്ടമല്ല. ശീലങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. ശരീരത്തിന് ഗുണം ചെയ്യുന്ന മായോ ഇല്ലാത്ത പാനീയോ കുടിച്ചു നോക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്?